സാധനത്തിനെ കിട്ടാതെ തിരിച്ച് വീട്ടിൽ കയറുന്ന പരിപാടിയില്ല. ഇല്ല. കവറ് കാത്തിടും. ഹലോ ഗായ്സ്, ഇന്ന് നവംബർ 1. എല്ലാവർക്കും എന്റെ കേരളപ്പിറവി ആശംസകൾ. ഗായ്സ്, അക്ഷയ് അളിയൻ ലീവിന് വന്നിട്ടുണ്ട്. അവൻ രാജസ്ഥാനിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം ലീവിന് വന്നിട്ട് ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞ് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ആള് നെഗറ്റീവായി ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ അവനെ പോയി കാണുണ്ടായി. അവനെ പോയി കണ്ടപ്പോൾ അളിയൻ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എൻ്റെ അടുത്തൊരു ആവശ്യം പറഞ്ഞു. അളിയ, എനിക്കൊരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് അതെന്തായാലും മേടിക്കണം പറഞ്ഞു. അപ്പോൾ ഞാനത് ഇന്നലെ അവന് സാധിച്ചു കൊടുത്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് വരി. അപ്പോഴേക്കും ഞാൻ അവന്റെ വീട്ടിലേക്ക് ചെല്ലട്ടെ. ഓക്കെ, അളിയെന്താ അവിടെ നിന്നിട്ട് പാലടപ്പായസം കുടിച്ചോണ്ട് നിൽക്കാണ്. അളിയെ ഞാൻ കാണിച്ചു തരാം. ഹായ് പറയടാ. അപ്പൊ നമ്മൾ എന്തിനെ മേടിക്കാൻ പോണത്? അലിഗേറ്ററിനൊക്കെ ഇറങ്ങിയതാണ്. കിട്ടുമെന്നറിയില്ല. അപ്പൊ മണ്ണാർക്കാടാണ്. മണ്ണാർക്കാടുന്ന് പെരുന്തമണ്ണ റൂട്ടാണ് പിടിച്ചേക്കണത്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത സ്റ്റോപ്പ് എവിടെയാടാ? ചുങ്കത്ത് സ്റ്റോപ്പ് ഉണ്ട് പറയണ്ട. അപ്പൊ ചുങ്കം പോയിട്ട് കാണാം കേട്ടോ. അപ്പൊ ഗായ്സ്, നമ്മളൊരു സ്റ്റോപ്പ് കണ്ടിട്ടുണ്ട്. ചോദിക്ക്. ഇല്ലേ, ഷോപ്പാണ് കൂടുതൽ സെറ്റ് ചെയ്തിട്ടുള്ള. ഫസ്റ്റ് കടയിൽ കയറി ഫ്ലോപ്പ്. കട പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും ഒരു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണുള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത കടയിൽ പോയി നോക്കാം. അപ്പതാ നമ്മൾ അടുത്ത ഷോപ്പ് കണ്ടിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നത് ആ ബാക്കിൽ ആ കാണുന്നതാണ്. കാണണ്ടോന്നറിയില്ല. ആ കാണുന്നതാണ് ഷോപ്പ്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ചോദിക്കാം. രാത്രി എത്തുന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പ് കണ്ടു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നൈറ്റാണ് സാധനം വരുവുള്ളൂ എന്നാ പറയുന്നത്. നമുക്കും തന്നെ വേണ്ട. അടിയനും തന്നെ സാധനം വേണം. ഇതിനു വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുക. അപ്പൊ അടിയിൽ എന്തായിരുന്നു? സാധനത്തിനെ കിട്ടാതെ തിരിച്ച് വീട്ടിൽ കയറുന്ന പരിപാടിയില്ല. ഇല്ല. ഗൈസ്, അടിയൻ വെല്ലു വിളിച്ചിരിക്കുകയാണ്. ഇന്ന് ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് എന്തായാലും സാധനം മേടിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇന്ന് മേടിച്ചിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ. ഗൈസ്, ഇതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. എന്തായാലും അവിടെ കയറി ചോദിച്ചു നോക്കാം. ഓക്കെ, അത് അളിയാൻ പോകുന്നുണ്ട്. എന്തായാലും അളിയാൻ പോയി ചോദിക്കും. ഇവര് സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. ട്രാപ്പ് അവിടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? ചേട്ടൻ നമ്പർ വന്നിട്ടുണ്ട്. നമ്പർ വന്നിട്ട് വേറെ ദിവസം വരെ നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് എന്താ നമുക്ക് ഇന്ന് തന്നെ സാധനം വേണം. ഇപ്പൊ ഗായ്സ്, ഇതാ അടുത്ത ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാ ബാക്കിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. അതാണ് ഷോപ്പ്. കുറച്ച് വലിയ ഷോപ്പാണ്. നമ്മൾ ഇതുവരെ കയറിയതിൽ വെച്ചിട്ട് കുറച്ച് വലിയ ഷോപ്പാണ് അത്. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഉള്ളിലുള്ള വ്യൂ എന്തായാലും കാണിച്ചു തരാം. സാധനം ഉണ്ടോന്ന് ചോദിക്കുവാൻ അളിയൻ അതാ പോകുന്നു. ഞാനായിട്ട് ചെല്ലട്ടെ കേട്ടോ. നല്ല സൂപ്പർ കളക്ഷൻ ഉള്ള കുറച്ച് സാധനം. ഇവിടെയും സാധനം ഇല്ല, സ്റ്റോക്ക് ഇല്ല. സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്.
എന്നാലും ഞങ്ങളിവിടെ ഒരു ഇത്രയും കയറിയിൽ വെച്ചിട്ട് ഒരു വലിയ ഷോപ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് അകത്തത്തെ വ്യൂ എന്തായാലും കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, എല്ലാ കടയിൽ കയറി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോന്റെ ലെങ്ത് ഒരുപാട് കൂടും. അത് കാരണമാണ് ഞാൻ എല്ലാ കടയിലും കയറി വീഡിയോസ് ഇടാത്തത്. പിന്നെ ഇത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള കടയായത് കാരണം ഞങ്ങൾ അവിടെ കയറി വീഡിയോസ് എടുത്തു. പിന്നെ അവിടെ മീനുകളെ ഒരുപാട് വെറൈറ്റികളുണ്ട്, പക്ഷെ എന്നാലും അവിടെ പ്രാവ്, ലവ് ബേർഡ്സ് തുടങ്ങിയവയാണ് കൂടുതൽ. അപ്പം അത് കാരണം മീനുകളുടെ വീഡിയോസും അധികം ഞങ്ങൾ എടുക്കാതെ പ്രാവിലേക്കാണ് ഫോക്കസ് കൂടുതൽ കൊണ്ടുപോയത്. സാധനം ഇവിടെ ഇല്ല, നമ്മൾ ഇറങ്ങുകയാണ്. പക്ഷെ ഈ ഷോപ്പിന്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. നല്ല അടിപൊളി ഷോപ്പാണ്. നമ്മൾ ഇത്രയും നേരം കയറിയിട്ട് ഏറ്റവും വലിയ ഷോപ്പല്ലേ, നല്ല ഷോപ്പാണ്. നമ്മളിപ്പോ മണ്ണാർക്കാട് നിന്ന് വന്നിട്ട് ഇപ്പൊ നമ്മള് പെരിന്തൽമണ്ണ എത്തി. മണ്ണാർക്കാട് നിന്ന് പെരിന്തൽമണ്ണ എത്തി. എത്ര കിലോമീറ്റർ ഉണ്ടാവും? 2 കിലോമീറ്റർ ആണ് മണ്ണാർക്കാട് 32 കിലോമീറ്റർ നമ്മൾ ഈ മീനിന് വേണ്ടി, ഏതായിരുന്നു മീന്? അലിഗേറ്റർ കാർ. അതിനുവേണ്ടി നമ്മള് ഇത്രയും ദൂരം സഞ്ചരിച്ചു. ഇനി അങ്ങോട്ട് പോവാല്ലേ? നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് അതുകൊണ്ടേ പോവുള്ളൂ. അപ്പൊ ഇന്ന് എന്തായാലും മീനിനെ കൊണ്ടേ നമ്മൾ പോവുള്ളൂ. അപ്പൊ അടുത്ത ഷോപ്പിലേക്ക് പോവാം. അപ്പൊ ഗായ്സ്, ഇതാ അടുത്ത ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അളിയെ മുന്നിൽ പോയി ചോദിക്കാൻ വേണ്ടി, അളിയൊന്ന് മീനും കൊണ്ടേ പോവുള്ളൂ പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ആ ഷോപ്പിൽ പോയി ചോദിച്ചിട്ട് വരാം. എന്താ അവസ്ഥ? ഷോപ്പ് അവിടെ ആയിരുന്നു, അവര് പൊളിച്ചിട്ട് ഷോപ്പ് അതെ, സാധനം സ്റ്റോക്ക് അവരെടുത്തിട്ടില്ല എന്നാ പറയുന്നത്. ഗൈസ്, അപ്പോ സ്റ്റോക്ക് അവരെടുത്തിട്ടില്ല എന്നാ പറയുന്നത്. അവിടെ ഇവിടെ പുതുതായിട്ട് വെച്ച അതോ കാണുന്നിടത്തായിരുന്നു അവരുടെ ഷോപ്പ്. അപ്പൊ അവരത് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോ കട വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം. സാധനം സ്റ്റോക്ക് ഇല്ല. കുറെ ചെടികളൊക്കെ വെച്ച് നല്ലൊരു ഷോപ്പാണ്, നല്ലൊരു വൈബാണ്. ഇതാ അടുത്തൊരു ഷോപ്പ് കണ്ടിട്ടുണ്ട്. ഇതാ ബാക്ക് കാണാണ് ഷോപ്പ്. എന്തായാലും ഞാൻ അവിടെയും കൂടി പോയി ചോദിച്ചിട്ട് വരാം. ബാക്കി പോവാൻ നിൽക്കുന്നുണ്ട്. എന്തായാലും പോയി ചോദിച്ചിട്ട് നമ്മൾ വിളിക്കാം. അപ്പൊ നമുക്ക് പോവാം. ഓക്കെ ഗായ്സ്, അക്ഷയം വിളിക്കുന്നുണ്ട്. എന്താ അവസ്ഥ പോയി നോക്കിയിട്ട് വരാം. എന്തായാലും ഈ റോഡ് മുറിച്ച് കിടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന തോന്നുന്നത്. റോഡിന്റെ അപ്പുറത്ത് ചെന്നിട്ട് വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോ വീഡിയോ ഇടാൻ ഞാൻ ഉണ്ടായിന്ന് വരില്ല. അക്ഷയന്റെ മൊത്തത്തെ സന്തോഷം. ആന ഹെവിയല്ലേ. ഇപ്പൊ ഗായ്സ്, ഇതാണ് അക്ഷയം പറഞ്ഞ നമ്മുടെ അലിഗേറ്റർ കാർ. സാധനം ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഞാൻ വിചാരിച്ചു നല്ല ചെറിയ മീനൊക്കെ ആയിരിക്കും. ഇത് എന്താളിയാ, എവിടെ കൊണ്ട് വെക്കാനാ, എന്താവുന്ന ഒരു പെടുത്തുമില്ല. എന്തായാലും മേടിച്ചു പോവാം. അത്രയും മീനുണ്ട്. നേരത്തെ ഞാൻ ഒന്ന് കൈയിട്ടപ്പോ ആള് കഴിക്കാൻ വന്നതാ. എന്താണോ അയ്യോ. ഇതുകൊണ്ട് ആക്ച്വലി എന്റെ അമ്മേനെ കാണിക്കുമ്പോ അമ്മേനുള്ള റിയാക്ഷൻ ആലോചിച്ചിട്ട് ഞാൻ ഇപ്പോഴും ടെൻഷനാണ്. അപ്പൊ ഗായ്സ്, സാധനം ഇതിനകത്തുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാ, ഇത് ഇത്തിരി പോലെ നീളമുള്ളത് കാരണം ഇവിടെയുള്ള കവറൊന്നും വെച്ചിട്ട് സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ടാസ്കാണ്. ഇപ്പോ മൂപ്പര് എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്.
സാധനം കണ്ടു കിട്ടി. ഇനി ഇത് കൊണ്ടുപോകാനുള്ള കവറില്ല. വലിയ ടാസ്ക് ആയപ്പോ കൊണ്ടുവന്നാണ്. ഏറ്റവും വലിയ ടാസ്ക് ഇപ്പൊ കൊണ്ടുപോകണാണ്. ഇപ്പൊ കണ്ടുപിടിച്ചപ്പോ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. കറണ്ട് പോയിരിക്കുകയാണ്, കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിക്കുക. ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് പോകുന്നുണ്ട്. എന്തായാലും കട നല്ല തിരക്കുള്ള കട തന്നെയാണ്. എന്തായാലും നമുക്ക് കവർ കിട്ടുമോ നോക്കട്ടെ. എന്തായാലും നമ്മൾ അതിനെയും കൊണ്ടൊന്ന് പോവുള്ളൂ. അത് വേറെ കാര്യം. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുള്ള ഗാർഡൻ അക്വേറിയം എന്ന അക്വേറിയം ഷോപ്പിൽ നിന്നാണ് നമ്മൾ എന്തായാലും അലിഗേറ്റർ കാരനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്തായാലും മൂപ്പര് കവറൊക്കെ അന്വേഷിച്ച് പോയത് കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്തത്തെ വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ കണ്ട് തന്നെ കാണണം. ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ആ കടയിൽ നമുക്ക് ചെന്നപ്പോൾ കിട്ടാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും ചേട്ടന് എവിടെ നിന്നോ 2 കവറൊക്കെ കൊണ്ടുവന്ന് അതിൽ ഹോളുണ്ടോയെന്നൊക്കെ എയർ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ വെള്ളം നിറച്ച് അലിഗേറ്ററിനെ അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ശ്രമമായിരുന്നു നമ്മുടെ. അത് പൊട്ടിച്ചു. ഇതിണ്ടാക്കണ്ട കളിയാ. അക്ഷയാളിയൻ ആകെ പെട്ട് കിടക്കുകയാണ്. നമ്മളൊരു 2 കവറ് സെറ്റ് ചെയ്തു. പക്ഷെ ആ ഒരു കവറ് ഓട്ടപ്പെട്ടു. ആ നഷ്ടപാടെ ഓട്ടപ്പെട്ടു. ഇന്നിപ്പം ഒരു അന്വേഷിച്ച് പോയിട്ടുണ്ട് അടുത്ത കവർ വേണ്ടിയിട്ട്. ഗൈസ് ആള് സൈലന്റായി തുടങ്ങി. അതോ റോട്ടിലെങ്ങാനും ചാടിയതിരിക്കുന്ന ആലോചിച്ച് നോക്കേണ്ട അവസ്ഥ. ഗൈസ് ഫൈനലി ഇത് കവറിൽ കൊണ്ടുപോക്ക് നടക്കില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു ബക്കറ്റ് സംഘടിപ്പിച്ച് ആളിനെ നമ്മൾ ബക്കറ്റിലേക്ക് പാക്ക് ചെയ്തു. അത് നല്ല രീതിക്ക് ഇൻസുലേഷൻ ടേപ്പൊക്കെ വെച്ച് കവർ ചെയ്ത് പാക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ ഏട്ടൻ തന്നു. പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ അവിടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ബൈക്കിലാണ് വന്നത്. ബക്കറ്റും വെച്ച് ബൈക്കിൽ വെച്ച് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ അക്ഷാളിയൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അർജോളിയൻ വഴിന്ന് കിട്ടിയതാ. നമ്മളെവിടെ പോകുമ്പോഴും അർജോളിയൻ എപ്പോഴും ഒപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ അളിയന്റെ വീട്ടിൽ കയറി. എന്റെ അമ്മ പറഞ്ഞു അവൻ ഇവിടെ അല്ല, മീനെ കൊണ്ടുവന്നപ്പോ മുതല് മീനിന്റെ അടുത്താണെന്ന്. തീറ്റവർക്കൊക്കെ ഇവിടെ തന്നെയാണോ തോന്നുന്നത്. ഞാൻ അതാ അവിടെ മീനിന്റെ അടുത്ത് കളിപ്പിച്ച് നിൽക്കുന്നുണ്ട്. വാളിയന്റെ അടുത്തേക്ക് പോവാ. അളിയാ ക്യാമറ നോക്കി പിടിച്ചിറങ്ങിയ രണ്ടാണ്. പിന്നെ നീ ഇവിടെ തീറ്റവർക്കൊക്കെ ഇതിലൂടെ തന്നെ തന്നെ അമ്മ പറഞ്ഞതാവും താഴെ വരുന്നല്ലേ. ഗൈസ് അപ്പോ ആളിനെ നമ്മള് കൊണ്ടുവന്നത് ബൈക്കിലാണ്. ആ ബൈക്കിലാ ഷേക്കിംഗ് ഒക്കെ കേട്ടാ പേടിച്ചിട്ടുണ്ടായിരുന്നു. ആള് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ആൾക്ക് ഒരു ഗോൾഡ് ഫിഷിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആള് കഴിക്കുന്നില്ല. ആളെ പേടിച്ചതിന്റെ ഇതാണെന്ന് തോന്നുന്നു. ആള് കഴിക്കുന്നില്ല. നമുക്കൊന്ന് ഹാൻഡ് ഫീഡ് ചെയ്ത് നോക്കാം. ഇന്നലെ രാവിലെ അമ്മ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. മീനിന് ചിക്കൻ അല്ലെ ഞങ്ങക്ക് ചിക്കൻ ഉണ്ടോടാ. എന്തായാലും നമുക്ക് മീനിന് ഫുഡ് കൊടുക്കണ വീഡിയോ ആണ്. അപ്പൊ ഗൈസ് നമ്മളെന്തായാലും ചിക്കനാണ് കൊടുക്കാൻ പോണത്. എന്തായാലും നമ്മളിന്ന് ഹാൻഡ് ഫീഡ് ചെയ്യുന്നില്ല. കാരണം അവനെങ്ങനെ റിയാക്ട് ചെയ്യുന്ന പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു
ഈർക്കിലാണ് കൊടുക്കുന്നത്. ഫുഡ് കൊടുക്കാൻ പോകുന്നത്. എന്തായാലും ആള് ചിലപ്പോ കൈ കയറി കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീനാവും. അപ്പൊ നമുക്ക് ഫുഡ് കൊടുക്കാം. എന്തായാലും ആദ്യത്തെ പ്രാവശ്യം അടിച്ചത് നല്ല രസം ഉണ്ടായിരുന്നതാണ്. ഒരു പീസും കൂടി കൊടുത്തു നോക്കാം. ഇന്നലെ പോലും എന്തായാലും കഴിച്ചിട്ടില്ലല്ലോ. വയറ് നിറയെ കൊടുത്തിട്ടേ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകണ്ടുള്ളൂ. ഇറക്കാൻ അവനൊരു സമയം തന്നില്ല, അതിന് മുന്നേ അവൻ അടിച്ചു. അപ്പൊ ഗായ്സ് എന്തായാലും മീനൊക്കെ സെറ്റാണ്. നമ്മള് ഫുഡൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ചിക്കനൊക്കെ ആയിരുന്നു. ആള് എന്തായാലും ഫുഡൊക്കെ എടുത്തു. ഇന്നലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും വെള്ളം മാറിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, സ്ഥലവും മാറിയില്ലേ. എന്നാലും ഫുഡൊക്കെ എടുത്ത് ആള് സെറ്റായി ഇപ്പൊ ഞങ്ങളായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. അപ്പൊ മീൻ എങ്ങനെ തന്നെ നോക്കണം കേട്ടോ. എപ്പോഴും ഫുഡൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് തന്നെ നോക്കണം. നോക്കില്ലേ? ആഴ്ചയിൽ വരുമ്പോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് കൊടുത്താൽ മതി. കേട്ടല്ലോ, നല്ലതാണ്. അല്ല കേട്ടോ. എന്തെങ്കിലും പറയാണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. വേഗം ഇതിന് പുറത്താക്കണേ. ചുള്ളിൽ കിട്ടില്ല. ഇതിന് എന്തിലിട്ട് വളർത്തി നടക്കില്ലല്ലോ. ഇതിലോ